വെൽക്കം ടു രജൻസ്. നമ്മുടെ ചിതാന്റെ വീഡിയോ ആണ്. നമുക്ക് ഇന്ന് വന്നേക്കുന്നത് സെമി സിൽക്ക്, നമ്മുടെ സെമി ടസർ എന്നൊക്കെ പറയുന്ന ഒരു ഫാബ്രിക്. ശരിക്കും ആർട്ട് സിൽക്ക് ആണ്, പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആട്ടോ. ടസറിന്റെ അതേ ലുക്കിൽ തന്നെ നിൽക്കുന്ന ഒരു മോഡല്. ടെമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. എല്ലാം ബ്ലാക്കിൽ തന്നെയാട്ടോ. അതിൻ്റെ അകത്ത് ഈ ഒരു ബോർഡറിലെ ടെമ്പിൾ ഡിസൈൻസിന്റെ കളർ മാത്രം മാറി മാറി വരുന്നേ ഉള്ളൂ. എല്ലാം നല്ല ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ഇത് ബ്ലാക്ക് ആൻഡ് ഒരു മജന്തയുടെ ഡാർക്കർ ടോണിലാണ് ഫസ്റ്റ് കോമ്പിനേഷൻ വരുന്നത്. നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റം ആണ്. നമുക്ക് നോർമലി വരുന്നതിനേക്കാളും കുറച്ച് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫാബ്രിക്കും കേട്ടോ. അപ്പൊ ദുപ്പട്ടയുടെ 4 സൈഡിലും ഇതുപോലെ ടെമ്പിൾ പാറ്റേൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുള്ളൂ അതിന്റെ ഭംഗി എന്താണെന്നുള്ളത്. താഴത്തെ ബോർഡർ ഇതുപോലെ ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി ഭംഗിയായിരിക്കും കേട്ടോ. ഫുൾ വീൽ ഇങ്ങനെ വരും. നമുക്ക് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ. ഇത് ബോട്ടം വരുമോ ഇതിന്റെ സെയിം കളർ, ബോർഡറിലെ സെയിം കളർ തന്നെയാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ്. ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ചെറിയ ഗ്ലാസ് വർക്കും പോയിട്ടുണ്ട്. പ്ലെയിൻ അല്ല, മൊത്തത്തിൽ ഗ്ലാസ് വർക്ക് പോയിട്ടുണ്ട്. ഇതിന്റെ നമ്പർ വരുന്നത് N667, റേറ്റ് 1790, 1790. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ ആണ് കേട്ടോ. ബ്ലാക്കിൽ എല്ലാ ഷെയ്ഡ്സും ഒരു ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതിനും ഗ്രീനിന്റെ ബോട്ടം കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ സെയിം ബ്ലാക്ക് വെച്ചിട്ട് തന്നെയുള്ള ഗ്ലാസ് വർക്കാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ട നല്ല ലെങ്തിയാണ്. ഇത് കണ്ടില്ലേ, നല്ല ലെങ്ത് ആയിട്ട് കിടക്കും. എന്തായാലും ഒരു 2000 എബോ റേഞ്ച് ഇതിന് പറയും. നമുക്ക് തയ്ച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും ഒരു ഗ്രാൻഡ് ലുക്കുള്ള ഐറ്റം തന്നെയാണ്. ഇതിന്റെ മെറ്റീരിയലും നല്ല കേട്ടോ. കൂടിയ ഫാബ്രിക് ആണെങ്കിലും വാഷ് ചെയ്ത് ഉപയോഗിക്കാം. മിക്സ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു വാഷ് ചെയ്യുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല. കാഴ്ചയ്ക്ക് നല്ലൊരു സിൽക്കിന്റെ ഫിനിഷ് കിട്ടുകയും ചെയ്യും. നമ്പർ N670, റേറ്റ് 1790. നമുക്ക് അടുത്ത് വരുന്നത് ബ്ലാക്ക് ആൻഡ് ഒരു യെല്ലോയുടെ കോമ്പിനേഷനാണ്. ഭയങ്കര തെളിഞ്ഞ യെല്ലോ അല്ല കേട്ടോ, ഒരു ഗോൾഡൻ യെല്ലോയുടെ ഷെയ്ഡാണ്. എല്ലാം നല്ല കേട്ടോ. ഓരോരുത്തർക്കും ചേരുന്ന ഷെയ്ഡ് അനുസരിച്ച് നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു ഇത് പിന്നെ എല്ലാവർക്കും ചേരും, കാരണം ബ്ലാക്ക് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ചേരുന്ന ഒരു ഷെയ്ഡാണ്. അതിൻ്റെ കോമ്പിനേഷൻസ് മാത്രം മാറി മാറി വരുന്നുള്ളൂ. അതങ്ങനെ ഒത്തിരി ഓവറായിട്ടില്ല താനും. ചെറിയ ചെറിയ ബോർഡേഴ്സ്, താഴത്തെ ബോർഡർ, പിന്നെ ആ ഒരു ദുപ്പട്ടയിലുമാണ് മെയിനായിട്ട് കളർ വരുന്നത്. ബോട്ടം സെയിം തന്നെയാണ് കേട്ടോ. എല്ലാത്തിനും കറക്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് വെച്ചേക്കുന്നത്. ഇതിന്റെ നമ്പർ വരുന്നത് N668, റേറ്റ് 1790. നമുക്ക് അടുത്ത കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷൻ ആട്ടോ. റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. എപ്പോൾ ഞാനൊക്കെയാണ് നേരത്തെ എടുത്തു വരുമ്പോൾ എങ്ങനെ പോയാലും ബ്ലാക്കും റെഡും തന്നെയായി പോകും. ആ ഒരു കോമ്പിനേഷൻ വെച്ച് നമുക്ക് കാണുമ്പം പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ ഇഷ്ടപ്പെടുന്ന ഒരു കോമ്പിനേഷൻ ആയത്. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര റെഡ് അല്ല കേട്ടോ, ഒരു ചെറിയ ബ്രിക്ക് മിക്സ് ആയിട്ടുള്ള റെഡ് കളറാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇതാണ് ഇതിന്റെ ബോർഡർ വരുന്നത്. 4 സൈഡിലും ആ ഒരു സെയിം ടെമ്പിൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് മെറ്റീരിയലാണെങ്കിലും ആ സിൽക്കിന്റെ ലുക്ക് ഉണ്ട്. പക്ഷെ നോർമലി നമ്മുടെ സെമി ടസർ വരുമ്പോഴത്തേനും കുറച്ചൊരു വെയിറ്റ് വരത്തില്ല. പക്ഷെ ഇതിന് അത്രയും വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. ഹാൻഡിൽ ചെയ്യാനും ഈസിയാണ്, കാണാനും അടിപൊളിയാണ്. അപ്പോൾ ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു സെയിം തന്നെ ഒരു ചെറിയ മെറൂൺ ടോൺ വരുന്ന സൈസ് ഒരു റെഡ് ഷെയ്ഡാണ്. ഇതിന്റെ നമ്പർ വരുന്നത് N669, റേറ്റ് 1790, 1790. നമുക്ക് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതൊരു രാമ ബ്ലൂവിന്റെ ഷെയ്ഡ് ആട്ടോ. ഇതിൻ്റെ അകത്ത് കുറച്ച് ഭയങ്കര ബ്ലൂ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത്രയും ബ്ലൂ അല്ല, കുറച്ച് ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ടോൺ ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കളറിന് ചെറിയ വേരിയേഷൻ വരുന്നതുകൊണ്ട് എടുത്ത് പറയുന്നത്. ഇങ്ങനത്തെ ഷെയ്ഡ്സിന് ചെറിയ വേരിയേഷൻ എന്തായാലും കാണിക്കും, പക്ഷെ എന്നാലും നല്ല കളർ തന്നെയാട്ടോ. ഇതിന്റെ രണ്ടും ബ്ലാക്കിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ബോർഡറിലെ കളറിനും ആ ഒരു സെയിം കളർ ബോട്ടത്തിനും വരും. ബോട്ടം കൂടെ ആ കറക്റ്റ് കളർ വരുമ്പോഴത്തേനും ഇതിന് ഭയങ്കര എടുപ്പായിട്ട് നിൽക്കും കേട്ടോ. ടാസിൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ലെങ്തിയാണ്. എനിക്കൊന്ന് 2.5 എബോ ടാസിൽസ് കൂട്ടിയാൽ വരും. നമുക്ക് ടോപ്പിനും നല്ല ലെങ്തി ആയിട്ട് തന്നെ തയ്ക്കാൻ കിട്ടും. ഇതിന്റെ ഇത് മടക്കി വെച്ചേക്കുന്ന കേട്ടോ, അത്യാവശ്യം നല്ല ലെങ്തിയാണ്. നമ്പർ N666, റേറ്റ് 1790. അപ്പോൾ ഇതിന്റെയൊക്കെ ഫോട്ടോസ് നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഫോട്ടോസ് അതിൽ നോക്കിയിട്ട് സെലക്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെ തന്നെ വാട്സപ്പിലോട്ട് ചോദിക്കാം. ബൈ നൗ എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ കൊടുത്താൽ മതി. വാട്സപ്പിൽ തന്നെയാണ് വരുന്നത്. ഫോട്ടോ വേണ്ടവർക്ക് അതിൽ പോയി നോക്കിയാൽ മതി. സൈസ് അളവും കാര്യങ്ങളും ഒക്കെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്പർ ഒന്നുകൂടെ പറയാവേ, N666, റേറ്റ് 1790.